വേൾഡ് കിഡ്നി ഡേ. അതായത് എല്ലാ വർഷവും മാർച്ചിലെ 2ാം വ്യാഴാഴ്ച വേൾഡ് കിഡ്നി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനായി BRS ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജനക്, കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ്, ആൻഡ് മൈസെൽഫ് ഡോക്ടർ ഗീത എം നായർ. ജനക്, എല്ലാ വർഷവും വേൾഡ് കിഡ്നി ഡേക്ക് ഒരു തീം ഉണ്ടാവാറുണ്ട്, ഒരു പോയിന്റ് ഓഫ് ഫോക്കസ് ഉണ്ടാവാറുണ്ട്. ഈ വർഷത്തെ 2024 വേൾഡ് കിഡ്നി ഡേയുടെ തീം എന്താണ്? ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് അഡ്വാൻസിങ് ഇക്വിറ്റബിൾ ആക്സസ് ടു കെയർ ആൻഡ് ഒപ്റ്റിമൽ മെഡിക്കേഷൻ പ്രാക്ടീസ്. ഇതാണ് ഈ വർഷത്തെ തീം. അപ്പോൾ ഈ തീം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ലോകമെമ്പാടുമുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള വൃക്ക രോഗികൾക്ക് കറക്റ്റായിട്ടുള്ള ഉചിതമായിട്ടുള്ള ചികിത്സ എല്ലാവർക്കും എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒപ്റ്റിമൽ മെഡിക്കേഷൻ പ്രാക്ടീസ്. അതായത് ഈ പറഞ്ഞ രോഗികൾക്കെല്ലാം കറക്റ്റായിട്ടുള്ള ചികിത്സ ഓരോ രോഗികൾക്കും അവർക്കായിട്ട് കേറ്റഡായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഉചിതമായിട്ടുള്ള ചികിത്സ എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു തീം എന്ന് പറയുന്നത്. അതെ, അപ്പം നമ്മൾ പറയും അഡ്വാൻസ്ഡ് കിഡ്നി ഫെയിലിയർ വന്നാൽ നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. കിഡ്നി ട്രാൻസ്പ്ലാന്റ്, വൃക്ക മാറ്റിവെക്കൽ അല്ലെങ്കിൽ ഡയാലിസിസ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഈ വർഷം എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ചാലും, ഈ വർഷം നമുക്ക് കിഡ്നി പേഷ്യൻസിനായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ് പുതുതായിട്ട് ഉണ്ടായിട്ടുള്ളത്? നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-10 വർഷത്തിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് ഒരു കിഡ്നി ഡിസീസിന്റെ ചികിത്സേൻ്റെ ആസ്പെക്റ്റിൽ. പണ്ടൊക്കെ നമുക്ക് ഉള്ള മെഡിക്കേഷൻസ് പറയുന്ന ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ഓർ ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മെഡിക്കേഷൻസ് മാത്രമേ ഉള്ളായിരുന്നു ഒരു 10-15 വർഷം മുമ്പ് വരെ. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് നമുക്ക് ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് വന്നിട്ടുണ്ട്. SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മെഡിസിൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നോൺ സ്റ്റെറോയിഡൽ മിനറൽ കോർട്ടിക്കോയിഡ് റിസപ്റ്റർ ആന്റഗണിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് മെഡിസിൻസ് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻസ് ആണ്. ഒരുപാട് രീതികളിൽ നമ്മുടെ ഈ വൃക്ക രോഗത്തിന്റെ ആ ഒരു പ്രോഗ്രഷൻ, ആ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ടുള്ള രീതിയിൽ ആണ് ഈ രണ്ട് മെഡിസിൻസും ഒരുപാട് രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പണ്ടത്തെ ആ ഒരു മെഡിസിൻസിന്റെ ഗ്രൂപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് 2 പുതിയ മെഡിസിൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട് ഈ വൃക്ക രോഗങ്ങളുടെ ട്രീറ്റ്മെന്റ്. ഓക്കെ മാഡം, അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ എന്തൊക്കെയാണ് വൃക്ക രോഗങ്ങൾ, എന്തൊക്കെ കാരണങ്ങളാണ്? അതെ, അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ടത്തെ നിന്ന് വ്യത്യാസമായിട്ട് നമ്മൾ ഈ 2 മെഡിസിൻ പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു ന്യൂ ഇന്നോവേഷൻസ് കാരണം നമുക്ക് കിഡ്നി ഡിസീസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്ലോ ആക്കി അവരെ കുറേ നാൾ കൂടി നല്ല കിഡ്നി ഹെൽത്തിൽ ഇരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ ആരെയാണ് നോക്കേണ്ടതെന്നുള്ളതാണ് അല്ലേ. നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്ത് ഈ മരുന്ന് ഉപയോഗപ്രദമായിട്ടുള്ള കിഡ്നി പേഷ്യൻസ് ആരാണ് നോക്കണമല്ലോ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പെർമനന്റ് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന, പെർമനന്റ് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുന്ന ഒരു പ്രധാന വില്ലൻ അക്രോസ് ദ വേൾഡ് എല്ലായിടത്തും ലോകമെമ്പാടും ഡയബറ്റീസ്, പ്രമേഹമാണ്. അത് കഴിഞ്ഞിട്ട് ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം, പിന്നെ കിഡ്നിയെ മാത്രം ബാധിക്കുന്ന സൂക്കേടുകൾ, നെഫ്രൈറ്റിസ്, പലതരത്തിലുള്ള നെഫ്രൈറ്റിസ് ഉണ്ട്. പിന്നെ സ്റ്റോൺ ഡിസീസസ്, ചില ഫാമിലി ഹിസ്റ്ററി, പരമ്പരാഗതമായി പാരമ്പര്യ സൂക്കേടുകൾ, സിസ്റ്റുകൾ, ചിലതരം കല്ലുകൾ, പിന്നെ ചില രോഗികൾ, ചില പേഷ്യൻസ്, അതായത് വാദം അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ്, അവർക്കൊക്കെ കിഡ്നിക്ക് ടോക്സിക് ആയിട്ടുള്ള മരുന്നുകൾ ഒരുപാട് ദീർഘകാലം കഴിക്കേണ്ടി വരുന്ന ആൾക്ക്, പെയിൻ കില്ലേഴ്സ്, ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ്, അതുപോലെ മൾട്ടിപ്പിൾ മെഡിക്കേഷൻ, സിവിയർ ഹാർട്ട് ഫെയിലിയർ, ഇങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസാണ് എപ്പോഴും അവരാണ്. അതുപോലെ തന്നെ റിക്കറൻറ്റ് സ്റ്റോൺ പാസേഴ്സ്, ഒരുപാട് അടിക്കടി മൂത്രാശയ കല്ല് വരുന്ന രോഗികൾ അല്ലെങ്കിൽ മൂത്രാശയ അണുബാധ വരുന്നവർ, ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എപ്പോഴും അറ്റ് ഹൈ റിസ്ക് ഫോർ പെർമനന്റ് കിഡ്നി ഡാമേജ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ. നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരിൽ ഈ മരുന്നുകൾ എത്തിക്കണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണമല്ലോ ഇവരാണ് ഇതിലാർക്കൊക്കെ വേണം. നമുക്ക് എങ്ങനെയാണ് ഇവരെ ഒരു സ്ക്രീൻ ചെയ്ത് ഇവരെ കിഡ്നി രോഗബാധിതരാണോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ
മാഡം, നമ്മുടെ വൃക്കരോഗങ്ങളെ സത്യം പറഞ്ഞാൽ നമുക്ക് രോഗലക്ഷണങ്ങൾ സത്യം പറഞ്ഞാൽ വളരെ ലേറ്റ് സ്റ്റേജസിൽ നമ്മൾ കണ്ടുവരുന്നുള്ളൂ. പക്ഷേ ഭാഗ്യവശാൽ വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളാണ് ഉള്ളത്. ഒരു വൃക്കരോഗം വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട്. അപ്പോൾ അതിനകത്ത് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിൻ റുട്ടീനും യൂറിനിലെ പ്രോട്ടീനിൻ്റെ അളവ് മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫസ്റ്റ് ആയിട്ട് വേണ്ടത്. രണ്ടാമത്തെ ബ്ലഡിൽ ചെയ്യുന്ന ടെസ്റ്റ് നമ്മുടെ സാധാരണ യൂറിയ ക്രിയാറ്റിൻ എന്ന് പറയുന്ന 2 ടെസ്റ്റുകളും സോഡിയം പൊട്ടാഷ്യം എന്ന് പറയുന്ന ഉപ്പ് രസത്തിൻ്റെ അളവുകൾ നോക്കാനായിട്ട്. മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് റേഡിയോളജി ടെസ്റ്റ്, അതായത് അൾട്രാസൗണ്ട് അബ്ഡോമിൻ, നമ്മുടെ വൃക്കയുടെ സൈസ് നോക്കാനായിട്ട്. പിന്നെ മാഡം പറഞ്ഞു കല്ലെന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും തടസ്സത്തിൻ്റെ എവിഡൻസ് ഉണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ എവിഡൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഈ 3 വളരെ ലളിതമായിട്ടുള്ള ബ്ലഡിലും യൂറിനിലും ചെയ്യേണ്ട ടെസ്റ്റുകളും റേഡിയോളജി ടെസ്റ്റും കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പ് പറയാൻ പറ്റും വലിയൊരു വൃക്കരോഗം അങ്ങനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നല്ല കാര്യം. അതായത് നമുക്ക് ഇത്രയും ഭാവിയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന അഡ്വാൻസ്ഡ് പെർമനന്റ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്ന ഈ അസുഖം, അതായത് ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ് എന്ന് തുടങ്ങി ആ പേഷ്യൻറ്റിൻ്റെ എൻറ്റയർ എന്താ പറയുക ക്വാളിറ്റി ഓഫ് ലൈഫിനെ മാറ്റിമറിക്കുന്ന ഇത്രയും ഗുരുതരമായ ഈ അസുഖം, അതും പലപ്പോഴും വൃക്കരോഗം തനിയെ വരത്തില്ല, അതിൻ്റെ കൂടെ കുറേ കോംപ്ലിക്കേഷൻസ് വരും. നെർവ്, ഹാർട്ട്, അതർ ബ്ലഡ് വെസൽസ്, ഇങ്ങനെ കണ്ണ്, ഇങ്ങനെ എല്ലാം വരുന്ന ഗുരുതരമായ ഈ സൂക്കേടിൽ നമുക്ക് വെറും ഒരു 25 രൂപയുടെ നേരത്തെ പറഞ്ഞ പോലെ യൂറിനിലെ ആൽബുമിൻ എന്ന് തുടങ്ങിയ ലളിതമായ ഒട്ടും തന്നെ കോസ്റ്റ്ലി അല്ലാത്ത ടെസ്റ്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് ഇതിനകത്തൊരു പ്ലസ് പോയിന്റ്. സോ ആക്ച്വലി നമ്മൾ ഈ ഹൈ റിസ്ക് ഗ്രൂപ്പിനെ കാലാകാലങ്ങളിൽ സ്ക്രീൻ ചെയ്ത് അവരിൽ ആ ഒരു അവബോധം, അവർക്ക് ആ അസുഖമുണ്ടോ, അവർ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ നേരത്തെ പറഞ്ഞ് അവരെ നമ്മൾ കാലാകാലങ്ങളിൽ സ്ക്രീൻ ചെയ്ത് തന്നെ നല്ല ആരോഗ്യത്തിലേക്ക് അവരെ നയിക്കാവുന്നതാണ്. പ്രിവെന്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ കാരണമാകുന്നത് അത് തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസസ്, കാരണഭൂതമായ അസുഖങ്ങൾ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദവുമാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നല്ല ടൈറ്റ് കൺട്രോൾ, ഒരു ഡോക്ടറുടെ, ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ഷുഗറും ബി.പി, പ്രത്യേകിച്ച് ഡയബറ്റീസ് വരുന്ന ആൾക്കാരും അവർക്ക് ഡയബറ്റീസ് വന്ന് ഒരു 3 തൊട്ട് 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ബി.പിയും വന്നേക്കും. ആ സമയത്ത് ബി.പി കൺട്രോൾ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഓർ ഈവൻ മോർ ഇമ്പോർട്ടൻ്റ് ആസ് ഡയബറ്റിക് കൺട്രോൾ. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൻ്റെ ഡയബറ്റിക് കൺട്രോൾ, അവർക്ക് ബി.പി വരുമ്പോൾ അതും നല്ല വൃത്തിക്ക് കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ അടിക്കടി അണുബാധ വരുന്നവരെ അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ പറഞ്ഞു കൊടുക്കുക. മൂത്രാശയ കല്ലുകൾ വരാതിരിക്കാൻ ഉള്ള ടെസ്റ്റുകൾ, അതിന് വേണ്ട മരുന്നുകൾ, ഒരു പരിധി വരെ അതൊക്കെ നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാവുന്നതാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് വ്യായാമം, കിഡ്നിക്ക് അനുയോജ്യമായ അമിതമായ പ്രോട്ടീൻ ഇല്ലാത്ത ഭക്ഷണം, അതായത് ഒരു ബാലൻസ് ഡയറ്റ്, അമിതമായ പ്രോട്ടീൻ ഇല്ലാത്ത ഭക്ഷണം വിത്ത് ഗുഡ് കണ്ടന്റ് ഓഫ് വാട്ടർ. നമുക്ക് ഓരോരോ ആൾക്കാർക്ക് പറഞ്ഞിരിക്കുന്ന രോഗത്തിനനുസരിച്ച് അവർക്ക് കഴിക്കാവുന്ന ഭക്ഷണത്തിൻ്റെ ഒരു നിയന്ത്രണം, വ്യായാമം, ഇതൊക്കെയാണ് നമുക്ക്. അതുപോലെ തന്നെ കിഡ്നിക്ക് ടോക്സിക് ആയിട്ട് ഭവിക്കാവുന്ന മരുന്നുകൾ ഒഴിവാക്കാൻ, നമുക്ക് അറിഞ്ഞുകൂടാത്ത അൺലേബിൾഡ് മെഡിക്കേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. പേഷ്യൻസിനോട് ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ തീമിൽ വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഓപ്റ്റിമൽ യൂസ് ഓഫ് മെഡിക്കേഷൻസ്. ഓപ്റ്റിമൽ യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ മരുന്നുകളുണ്ട്, ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു ജുഡീഷ്യസ് യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർ യൂസും പാടില്ല. ഓവർ യൂസ് ഓഫ് മെഡിക്കേഷൻ ഷുഡ് ഓൾസോ ബി അവോയ്ഡഡ്. നമ്മൾ ഈ ഫോക്കസ് ഈ വർഷത്തെ തീമിൽ പറയുന്നുണ്ട് ഓപ്റ്റിമൽ യൂസ് ഓഫ് മെഡിക്കേഷൻസ്. അതിൽ നമ്മൾ എപ്പോഴും കിഡ്നി ഡോക്ടർമാർ പേഷ്യൻസിനോട് പറയും, നമുക്ക് അറിഞ്ഞുകൂടാത്ത, പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത മരുന്നുകൾ കഴിക്കാതിരിക്കുക. ഇന്ന് നമുക്ക് ഒരുപാട് മെഡിസിൻസ്, ഈവൻ മോഡേൺ മെഡിസിനിൽ ഒത്തിരി മെഡിസിൻസ് അവൈലബിൾ ആണ്, എസ്പെഷ്യലി ആൻറ്റിബയോട്ടിക്സ്. അതുമൊക്കെ നമ്മൾ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞു സാധനത്തിന് പോയി വലിയ മരുന്ന് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. അതേപോലെ ഡോക്ടർമാർക്കുള്ള ഒരു കോമൺ പരാതിയാണ്, പ്രത്യേകിച്ച് കിഡ്നി ഡോക്ടർമാർക്കല്ല, എല്ലാ ഡോക്ടർമാർക്കും ഒരു പരാതിയാണ്,
ഈ പേഷ്യൻസിനോടൊക്കെ നമ്മൾ പറയും, നിങ്ങൾ ഈ 2-3 ഡോക്ടർമാരെ എന്ത് വന്നാലും ഉപദേശം ചോദിക്കരുത്. ഗൂഗിൾ, വാട്സാപ്പ്, FB, ട്വിറ്റർ ഇതിലൂടെയൊക്കെ നോക്കി ഇതുപോലെ ഗുരുതരമായ അസുഖത്തിന് ചികിത്സകൾ തീരുമാനിക്കാതിരിക്കുക.